എല്ലാവർക്കും നമസ്കാരം. മൈ സ്റ്റാറിലേക്ക് സ്വാഗതം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. ഇതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുള്ളവരാണെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അത്തം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ജൂലൈ 2025 എങ്ങനെയാണ് നോക്കാം. ഫുൾ കാർഡ്, Seven of Wands, Hierophant, Six of Cups, Judgment, Two of Pentacles. ആദ്യം തന്നെ ഫുൾ കാർഡ്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു മാസം സ്വയം വിശ്വാസം, അതായത് സാഹചര്യങ്ങൾ പലതും, ചുറ്റുപാടുകൾ, ആളുകളൊക്കെ നിങ്ങൾക്ക് വലിയ രീതിയിൽ സപ്പോർട്ട് ചെയ്യുന്നില്ല എങ്കിൽ പോലും നിങ്ങളിലുള്ള വിശ്വാസം വളരെ പ്രാധാന്യമാണ്. കാരണം ഇപ്പോൾ എന്തെങ്കിലും സിറ്റുവേഷൻസിൽ മറ്റുള്ളവർ ഇനിയിപ്പോൾ അത് പറഞ്ഞിട്ട് കാര്യമില്ല, അല്ലെങ്കിൽ ഇനി ഒന്നും നടക്കില്ല എന്നൊക്കെയുള്ളൊരു രീതിയിലുള്ള കാര്യങ്ങളും വർത്തമാനങ്ങളും ഒക്കെ ആയിരിക്കും നിങ്ങൾ കേൾക്കേണ്ടി വരിക. ആ സാഹചര്യത്തിൽ നിങ്ങളുടെ വിശ്വാസം അർപ്പിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ആ ഒരു പ്രപഞ്ചശക്തിയിൽ വിശ്വാസം അർപ്പിക്കുന്നില്ല എങ്കിൽ വളരെയധികം നെഗറ്റീവ് ഫീൽ ചെയ്യാനുള്ള സമയം ഉണ്ടാവും, സാഹചര്യം ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ സ്വയം വിശ്വസിക്കുക എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടുന്ന കാര്യം. പിന്നെ പല കാര്യങ്ങളും നിങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുന്ന കാര്യങ്ങളും സ്വയം ഒരു വിശ്വാസം, കോൺഫിഡൻസോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്താൽ നിങ്ങൾ ആഗ്രഹിച്ച രീതിയിൽ ഫലപ്രാപ്തിയിലേക്ക് അതിനെ എത്തിക്കാനായിട്ട് നിങ്ങളെ കൊണ്ട് പറ്റും എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. അപ്പോൾ അത് വളരെയധികം സാധ്യത നൽകുന്ന ഒരു കാര്യം കൂടിയിട്ടാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. നിങ്ങൾ ആഗ്രഹിച്ച പോലെ, നിങ്ങൾ ആഗ്രഹിച്ച രീതിയിലേക്കൊക്കെ കാര്യങ്ങൾ കൊണ്ടെത്തിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിക്കും എന്നുള്ളതാണ്. അതേപോലെ തന്നെ പല കാര്യങ്ങളുടെയും നിങ്ങൾക്കിപ്പോൾ കുറച്ച് കോൺഫിഡൻസ് ഇല്ലായ്മ ഉണ്ടെങ്കിൽ അതൊക്കെ പല സാഹചര്യവശാലുള്ള സിറ്റുവേഷൻസിൽ നിന്ന് ഉണ്ടായതാകാം. അപ്പോൾ ആ സാഹചര്യങ്ങളെല്ലാം മാറി മുന്നോട്ടേക്ക് പോകുന്നത് കൊണ്ട് തന്നെ പൊതുവിൽ ആ ഒരു വിശ്വാസം നിങ്ങളിൽ ഉടലെടുക്കുന്നുണ്ട്, എന്നെക്കൊണ്ട് സാധിക്കും, പറ്റും എന്നുള്ളത്. അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും നിങ്ങളായിട്ട് ഏറ്റെടുത്ത് മുന്നോട്ടേക്ക് പോകുന്നുണ്ട്. പൊതുവിൽ മറ്റുള്ളവർ ഇപ്പോൾ അത് പറ്റില്ല, അത് ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള നെഗറ്റീവ് വർത്തമാനങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങൾ തളർന്നു പോകാറുണ്ടെങ്കിൽ ഈ സമയത്ത് അങ്ങനെയല്ല. പ്രത്യേകിച്ച് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം വിദ്യാഭ്യാസ കാര്യങ്ങളിൽ ഇപ്പം നിങ്ങൾ എന്തെങ്കിലും ഒരു കോഴ്സിന് ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട്, അപ്പോൾ അതിന് വളരെയധികം ഉയർന്ന മാർക്ക്, അല്ലെങ്കിൽ പല എൻട്രൻസ് എക്സാം പാസ്സാവുക, അതുപോലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായേക്കാം. അപ്പോൾ പൊതുവിൽ നിങ്ങളെ ആ ഒരു രീതിയിൽ നിങ്ങൾക്കത് കഴിവില്ല എന്ന് ചിന്തിക്കുന്നവർക്ക് നിങ്ങളെ കൊണ്ടത് പറ്റുമെന്ന് തെളിയിച്ചു കൊടുക്കാൻ പറ്റുന്ന ഒരു മാസമായിരിക്കും ഈ ഒരു ജൂലൈ മാസം നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ 7 of Wands എനർജി കണക്ഷൻസ് ആണ്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എളുപ്പമായിരിക്കില്ല, പക്ഷേ അതിനർത്ഥം ഇമ്പോസിബിൾ ആണ് എന്നുള്ളതല്ല, ഒരിക്കലും നടക്കില്ല എന്നുള്ളതല്ല. മറിച്ച് കാര്യങ്ങൾക്ക് കാര്യത്തിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ ചെറിയ തടസ്സങ്ങൾ, ചാലഞ്ചസ് ഒക്കെ ഉണ്ടാകാം. പക്ഷേ നിങ്ങൾ ആ സമയത്ത് മാറി നിന്നാൽ ഒരിക്കലും മുന്നോട്ടേക്ക് പോകാൻ പറ്റില്ല. അപ്പോൾ ഈ തടസ്സങ്ങളൊക്കെ നിങ്ങളെക്കൊണ്ട് അതിജീവിക്കാൻ പറ്റും എന്നുള്ളൊരു ചിന്തയിൽ മുന്നോട്ടേക്ക് പോകുകയാണെങ്കിൽ, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ, എന്തെങ്കിലും മുന്നിൽ തടസ്സം വന്നാൽ അവിടെ നിൽക്കുക അല്ലാതെ അതിനുവേണ്ടി അതിനെ മാറ്റാൻ എന്ത് സൊല്യൂഷൻ കണ്ടെത്താം എന്ന് ചിന്തിച്ച് ആ സൊല്യൂഷനിലേക്ക് വരുന്നുണ്ട് എങ്കിൽ നമ്മളതിൽ വിജയിക്കുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫ് നല്ല രീതിയിൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്നു എന്നുള്ളതാണ്. ഓക്കെ, അപ്പോൾ ജീവിതത്തിൽ വളരെയധികം പ്രസക്തി, ജീവിതത്തിൽ നിങ്ങൾ ഫോക്കസ് ചെയ്യുന്നത് നിങ്ങളുടെ എയിമിന്, നിങ്ങളുടെ ഗോളിന് കൊടുക്കുന്നു എന്നുള്ളതാണ് ഇതിവിടെ സൂചിപ്പിക്കുന്നത്. ലൈഫ് ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങളിലാണോ മുന്നോട്ടേക്ക് പോകാൻ ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങൾ നേടിയെടുക്കാൻ പറ്റുന്നു. സാമ്പത്തികമായിട്ടുള്ള നേട്ടം ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ പുതിയതായിട്ട് എന്തെങ്കിലും സംരംഭം തുടങ്ങുന്നതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടാണെങ്കിൽ തടസ്സങ്ങളൊക്കെ ഉണ്ടാകുന്നുണ്ട് എങ്കിലും അത് നിങ്ങൾ അതിജീവിക്കുക, തടസ്സത്തെ അതിജീവിച്ചാൽ നിങ്ങൾ മുന്നോട്ടേക്ക് തന്നെ പോവും. ആ ഒരു ഇവിടെ ഇപ്പോൾ പുതിയ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകൾ, ഡോക്യുമെൻറ്റേഷൻസ് കാര്യങ്ങളും, ഗവൺമെൻറ് കാര്യങ്ങൾ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ, ഇപ്പോൾ വീട് പണി നടത്തുന്നവരാണെങ്കിൽ ഇപ്പോൾ വീട് പണിയൊക്കെ നടക്കുന്നുണ്ടെങ്കിൽ എന്തെങ്കിലും തടസ്സങ്ങളൊക്കെ വരും, ഇന്ന കാര്യം നടക്കുന്നില്ല എന്നുള്ള രീതിയിൽ. പക്ഷേ നമ്മളത് അവിടെ വെച്ചിട്ടിട്ട് പോകില്ലല്ലോ, വീണ്ടും അതിന് വേണ്ടുന്ന കാര്യങ്ങൾ ചെയ്യും. കാരണം ഒരു വീട് എന്നുള്ള സ്വപ്നമാണ്. പക്ഷേ മറ്റു ചില കാര്യങ്ങളിൽ വരുമ്പോൾ നിങ്ങൾ ആ ഒരു കോൺഫിഡൻസ് കാണിക്കുന്നുണ്ടാവില്ല. അപ്പോൾ എല്ലാ കാര്യത്തിലും അതേ കോൺഫിഡൻസോട് കൂടിയിട്ട് തടസ്സങ്ങൾ മാറ്റാനും ശ്രമിക്കുക എന്നുള്ളതാണ്. ഓക്കെ, ആ ഒരു എനർജിയാണ് ഇവിടെ സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ഹയർഫൻഡ് എനർജിയാണ്. പലരും ഒത്തിരി
വിശ്വാസം നല്ല രീതിയിൽ നിലനിർത്താൻ ആഗ്രഹിക്കുന്നവരാണ്. പ്രത്യേകിച്ച് ഇപ്പോൾ നിങ്ങൾ പ്രായമായിട്ടുള്ള ആളുകളാണെങ്കിൽ, റിട്ടയർമെൻറ്റ് കഴിഞ്ഞിട്ടുള്ളവരാണെങ്കിൽ കുറച്ചധികം ഒതുങ്ങിക്കൂടാൻ ആഗ്രഹിക്കുന്നവരാണ്. അതേപോലെ റിലീജിയസ് സ്പിരിച്വലായിട്ടുള്ള കാര്യങ്ങളിലൊക്കെ മാമൂലുകളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ മുറുകെ പിടിച്ചിട്ട് മുന്നോട്ടേക്ക് പോകുന്നവരാണ്. അപ്പോൾ ഇവിടെ മറ്റൊരു കാര്യം എടുത്ത് പറയാനുള്ള, ചില ആളുകളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നിങ്ങൾ ഈ പറഞ്ഞ പോലെ അമിതമായിട്ടുള്ള ഒരു അന്ധവിശ്വാസം, സൂപ്പർസ്റ്റിഷൻ്റെ പുറകെ പോകുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ അല്ലെങ്കിൽ ചില ആളുകളും നിങ്ങൾ ഏതിനും ചില വ്യക്തികളെ ആശ്രയിക്കുന്നുണ്ട്. ഇപ്പോൾ ചിലപ്പോൾ ഒരു ജ്യോതിഷം നോക്കുന്ന വ്യക്തിയായിരിക്കാം, അല്ലെങ്കിൽ അതുപോലെ എന്തെങ്കിലും നോക്കുന്ന ഒരാളായിരിക്കാം. പക്ഷേ നിങ്ങൾ ആ ഒരു ഭയങ്കരമായിട്ട് അഡിക്റ്റഡ് ആണ്. അപ്പോൾ എല്ലാത്തിനും ആ വ്യക്തിയുടെ അടുത്ത് ചോദിക്കുമ്പോൾ ആ പറയുന്ന വ്യക്തി ഒരു പക്ഷേ അമിതമായിട്ട് പണം അല്ലെങ്കിൽ അമിതമായിട്ട് പൂജകളും അതുപോലെയുള്ള ലക്ഷങ്ങളും അതുപോലെ നിങ്ങളുടെ കയ്യിൽ നിന്ന് വാങ്ങിക്കുന്നൊരു വ്യക്തിയായിരിക്കാം. അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ട് ഒരു നെഗറ്റീവായിട്ടുള്ളൊരു വ്യക്തി, കുറച്ച് ഫേക്ക് ആയിട്ടുള്ളൊരു വ്യക്തിയുടെ കൂട്ടത്തിൽ പെട്ടു പോകുന്നതായിരിക്കാം. നിങ്ങൾക്ക് കറക്റ്റായിട്ട് ആരെയാണ് വിശ്വസിക്കേണ്ടതെന്ന് അറിയില്ല. അന്ധമായിട്ടുള്ള വിശ്വാസം മൂലം പലതരത്തിൽ നിങ്ങൾ നെഗറ്റീവായിട്ടുള്ള രീതിയിലേക്ക് പോകാം. അപ്പോൾ വിശ്വാസങ്ങളും ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ നല്ലതാണ്, പക്ഷെ സൂപ്പർസ്റ്റിഷ്യസ് ആവാതിരിക്കാൻ ശ്രദ്ധിക്കുക എന്നുള്ളതാണ് കാണിക്കുന്നത്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ പറഞ്ഞ പോലെ നിങ്ങൾ പൊളിറ്റിക്സിലാണെങ്കിലോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ഫീൽഡിലാണെങ്കിൽ നിങ്ങൾ ചുറ്റുമുള്ള ആളുകൾ നിങ്ങളെ മുതലെടുക്കുന്ന ഒരു സാഹചര്യം കാണിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്ത്രീകളാണ്, അതായത് വീട്ടമ്മമാരായിട്ടുള്ളവരോ അല്ലെങ്കിൽ പ്രായമായിട്ടുള്ള ആളുകളൊക്കെ മറ്റുള്ളവർ മുതലെടുക്കാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ കാര്യങ്ങൾ കണ്ടറിഞ്ഞ് മനസ്സിലാക്കിയിട്ട് മുന്നോട്ടേക്ക് പോവുക എന്നുള്ളതാണ് എടുത്ത് പറയാനുള്ളത്. 6 ഓഫ് കപ്സ് എനർജിയാണ്. കുട്ടികളും അച്ഛനമ്മമാരും തമ്മിൽ നല്ലൊരു ഊഷ്മളമായിട്ടുള്ള ബന്ധം നിലനിർത്താൻ പറ്റുന്നുണ്ട്. ഇപ്പം പ്രായമായിട്ടുള്ള അച്ഛനമ്മമാർ, ജനറേഷൻ ഗ്യാപ്സ് ഒക്കെ ഉള്ളവർ നിങ്ങളെ തുറന്ന് സംസാരിച്ച് കുറച്ച് സമയം കൊടുക്കുക, അവർക്ക് കാര്യങ്ങൾ മനസ്സിലാക്കിയെടുക്കുക. അപ്പോൾ അവരുടെ കാലഘട്ടത്തിൽ എങ്ങനെയായിരുന്നു ആ രീതിയിൽ തന്നെയാണ് ജീവിക്കുന്നത്. പക്ഷേ ഇപ്പോൾ കാലഘട്ടം മാറിയപ്പോൾ ഈ കാലഘട്ടത്തിലെ കാര്യങ്ങളും സാഹചര്യങ്ങളും ഒന്ന് സോഫ്റ്റായിട്ട് പറഞ്ഞ് മനസ്സിലാക്കുക, കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ടൈം കൊടുക്കുക. അല്ലാതെ ഒറ്റയടിക്ക് ഇങ്ങനെയല്ല ഇവരൊന്നും മനസ്സിലാക്കുന്നില്ല എന്ന് പറഞ്ഞ് മാറിപ്പോകാതിരിക്കുക. കുറച്ച് ടൈം അവർക്ക് കൊടുക്കുക, സ്പേസ് കൊടുക്കുക. കാരണം അവർ ജീവിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്നുള്ളൊരു വ്യത്യാസം മനസ്സിലാക്കി കൊടുക്കുകയും അവരെ കൂടെ ചേർത്ത് വയ്ക്കുകയും ചെയ്യുക. ഇപ്പോൾ പ്രായമായിട്ടുള്ള അച്ഛനമ്മമാരോ ഉള്ളവരുടെ കാര്യമാണ് പറയുന്നത്. നിങ്ങൾ അങ്ങനെ ഒരു സിറ്റുവേഷനിലല്ല എങ്കിൽ, പൊതുവിൽ പാരൻസും കുട്ടികളും തമ്മിൽ നല്ല ഒരു സിറ്റുവേഷനാണ്. പിന്നെ വിദേശത്തൊക്കെയുള്ള മാതാപിതാക്കൾ നാട്ടിലും നിങ്ങൾ വിദേശത്തുള്ളവരാണെങ്കിൽ അവരെ വിദേശത്തേക്ക് കൊണ്ടുപോകാനുള്ളൊരു സാഹചര്യം ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം ലൈഫിൽ കാണിക്കുന്നുണ്ട്. ഇനി ജഡ്ജ്മെൻറ്റ് എനർജിയാണ്. അപ്പോൾ ഇവിടെ നിങ്ങൾ പല ആളുകളെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി നാളായിട്ട് കാത്തിരുന്ന ചില കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നുണ്ട്. വിദേശത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അതിനുള്ള കാര്യം റെഡി ആവുന്നുണ്ട്. വിദേശവാസം, മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതോ, വിസ, റെസിഡൻസ് പെർമിറ്റ്, സിറ്റിസൺഷിപ്പ് അതുപോലുള്ള കാര്യങ്ങളൊക്കെ സാധ്യമാകുന്നു. വിദേശത്ത് ജീവിക്കുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒത്തിരി വിസയൊക്കെ പുതുക്കാൻ പോകുന്നവരെ സംബന്ധിച്ചിടത്തോളം ഒക്കെ ഒത്തിരി സാധ്യതകൾ ഈ ഒരു സമയത്ത്, ഈ ഒരു മാസത്തിൽ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പല ആളുകളും ഇപ്പോൾ എന്തെങ്കിലും ലീഗലായിട്ടുള്ള ഇഷ്യൂസ് കാര്യങ്ങളുണ്ടെങ്കിൽ അതിലും പോസിറ്റീവായിട്ടുള്ള ഫലം ലഭിക്കുന്ന സമയമാണ് കാണിക്കുന്നത്. പിന്നെ നിങ്ങളുടെ ഭാഗത്തല്ല ന്യായമെങ്കിൽ ഔട്ട് ഓഫ് ദ കോർട്ടിന് പുറത്തായിട്ട് സെറ്റിൽ ചെയ്യാൻ ശ്രമിക്കുക. അല്ലാത്ത പക്ഷം നിങ്ങൾക്ക് തന്നെ അത് വിനയാകും. നിങ്ങൾ തന്നെ ആലോചിക്കുക നിങ്ങളുടെ ഭാഗത്ത് ശരിയാണോ എന്നുള്ളത്. അത് ചിന്തിച്ചിട്ട് തീരുമാനത്തിലേക്ക് പോകാൻ ന്യായത്തിൻ്റെ രീതിയിലേക്കായിരിക്കും. അല്ല നിങ്ങളുടെ ഭാഗത്താണ് പൂർണ്ണമായിട്ടും ന്യായമെങ്കിൽ നിങ്ങൾക്ക് വളരെ തൃപ്തികരമായിട്ടുള്ളൊരു വിധിയാണ് വരുന്നത്. 2 ഓഫ് പെൻറ്റക്കിൾസ് എനർജിയാണ്. അപ്പം ജോലി ചെയ്യുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ 9 to 5 ജോബ് ഉണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ മറ്റൊരു ഇൻകം, ഒരു സെക്കൻഡ് ഇൻകമൊക്കെ നിങ്ങൾക്ക് സാധ്യമാകുന്നുണ്ട് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ആ ഒരു എനർജി നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൂചിപ്പിക്കുന്നു. പിന്നെ പുതിയൊരു മറ്റൊരു ചിലവ് കൂടിയിട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ചിലവെന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ നിങ്ങൾ പുതിയ കാറ് വാങ്ങിക്കുന്നതായിരിക്കും, പുതിയതായിട്ട് എന്തെങ്കിലും വാങ്ങിക്കുന്നുണ്ടാവാം. അപ്പോൾ അത് ഇനി മുതൽ അതിൻ്റെ കൂടി പലിശയോ അതിൻ്റെ EMI ഒക്കെ അടയ്ക്കേണ്ടി വരും. അപ്പോൾ കുറച്ചധികം ചിലവുള്ള എന്തോന്നും നിങ്ങൾ വാങ്ങിക്കാൻ പോകുന്നതായിട്ട് കാണിക്കുന്നു. ഒത്തിരി സന്തോഷമുള്ള കാര്യം തന്നെയാണ്. പക്ഷേ അതിനനുസരിച്ചിട്ട് വരുമാനം ഉണ്ടോ എന്ന് നോക്കിയിട്ട് ചെയ്യുക എന്നുള്ളത് മാത്രമാണ് ഇവിടെ പറയാനുള്ളത്. ഭയങ്കരമായിട്ട് ഫിനാൻഷ്യലി സ്റ്റേബിൾ ആണ് എങ്കിൽ അതിനനുസരിച്ചിട്ട് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.
ഈ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം.